ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പറ്റും ഒരു മത്തിപ്പെരട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ നോക്കുക, അതാണ് ടേസ്റ്റ്. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ ലോയിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പൊടി പെട്ടെന്ന്. അപ്പോൾ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം ആണ് പൊടികളിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ വെളിച്ചെണ്ണയും പൊടികളൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വയറ്റി കൊടുക്കുക. ഇപ്പോൾ തന്നെ ലോല തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലെയിമൊക്കെ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 2 വലിയ ടേബിൾ സ്പൂണ് വിനാഗിരി, അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആ സുർക്ക ആ പൊടികളൊക്കെ ഒന്ന് മിക്സായി ഒന്ന് സെറ്റ് ആവണം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോല തന്നെ എപ്പോഴും ഇടാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഇടാൻ പറയുന്നത്. അതെല്ലാം ഇളക്കി കൊടുത്തത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച് അരിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കില്ല, അതേപോലെ വരിഞ്ഞ് വെച്ച മത്തിയാണ്. അത് ഇതേപോലെ ആ മസാലയുടെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നെയ്മത്തി, വലിയ നെയ്മത്തി കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇരിക്കും. ഇത് നെയ്മത്തിയല്ല, സാധാ ചെറിയ മത്തിയാണ്. നെയ്മത്തി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും ടേസ്റ്റാണ്, പക്ഷെ അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാം നെയ്മത്തൊക്കെ ആണെങ്കിൽ. ഇനി നമ്മൾ എല്ലാം നിരത്തി വെച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ പൊടികളിടുമ്പോൾ ചേർത്താൽ മതിയിട്ട്, ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ടാണ്. നിങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ കുരുമുളക് പൊടി ഒക്കെ ഇട്ടില്ല, ആ ടൈമിൽ ഉപ്പ് ഇട്ടിട്ട് ഇതേപോലെ മിക്സ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ മീൻ വെച്ചാൽ മതി കേട്ടോ. ഞാൻ ഉപ്പിടാൻ വിട്ടു പോയതാണ്. അതെല്ലാം മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നമ്മൾ ഈ മീൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. പൊട്ടിപ്പോവേണ്ട കേട്ടോ. ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ലോലൻ ഇട്ടാൽ മതി. ലോലിട്ടിട്ട് തന്നെ അത് വെന്ത് കിട്ടും. ഹൈലൊന്നും ഇടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ മത്തിയൊക്കെ നമുക്ക് ആ വേവ് ആയിട്ട് വരുമല്ലോ. ഇതെല്ലാം മറിച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ നമുക്ക് ആ സൈഡൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അത് പിന്നെയും അടച്ചു വെക്കുക കേട്ടോ. ഇനി 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒഴിച്ചതാണ്, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ അത്രയും ടേസ്റ്റാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്കത് ഇളക്കൊന്നും വേണ്ട, അതേപോലെ അടച്ചു വെക്കുക കേട്ടോ. നമുക്ക് ആ മത്തി വേവുന്ന ആ ഭാഗോട് വേവുന്ന സമയം വേണ്ടുള്ളൂ. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് എടുക്കുക. മൂടി ഒന്ന് എടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി ആ ഒരു സൈഡ് നമ്മൾ ആദ്യം മറിച്ചിട്ടില്ല, ആ സൈഡ് ഒന്ന് ഇതാക്കിയിടുക. അപ്പോൾ തന്നെ ആ സുർക്ക അതൊക്കെ എല്ലാം അതിൽ കിടന്ന് വെറ്റിയിട്ടുണ്ടാവും കേട്ടോ. ആ മീനോ പിടിച്ചെല്ലാം സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ അതാ ഒന്ന് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. മീനൊക്കെ നല്ല ഫ്രൈ ആയ രീതിയിൽ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ ഈ പാനിന് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ വല്ല പൊടിയാതെ തന്നെ എടുക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ആ മീനൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ആ മാറ്റിയിൽ കുറച്ച് ആ വെളിച്ചെണ്ണയുടെ ഇതും ആ ഒരു മസാലയുടെ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഒരു പിടി ചോറ്, ചിലർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ മീൻ കരിഞ്ഞിട്ടും അതിൻ്റെ കരിഞ്ഞ അതൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോറിട്ടിട്ട് ആണെങ്കിൽ കുറച്ച് നല്ല ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതിയിട്ട്. എനിക്ക് ഞാൻ ഇഷ്ടം അങ്ങനെ കഴിക്കാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയെടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മത്തി പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഫ്രൈ ആയതും ആ മസാല കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഫിഷ് ഫ്രൈ എടുത്ത് കഴിക്കും. ആ ചോറ് ഞാൻ അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇന്ന് നമ്മൾ ഫിഷ് ഫ്രൈ തന്നെ ഒരേ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി മത്തി വാങ്ങുമ്പോൾ നെയ്മത്തി വാങ്ങണമെങ്കിലും ചെറിയ മത്തി ആണെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ അത് ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.